കാത്തിരുന്ന മിഅ്റാജിൻ്റെ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. മിഅ്റാജിൻ്റെ രാത്രിയിൽ നാം ചൊല്ലേണ്ട അതിവിശിഷ്ടമായ ചില ദിക്റുകൾ നമുക്കിന്ന് പഠിക്കണം. അതുപോലെ രാവിന് ശേഷം കടന്നു വരുന്ന പകലിലെ മനോഹരമായ മിഅ്റാജിൻ്റെ നോമ്പ്, ആ നോമ്പിൻ്റെ നിയ്യത്ത് വിശദീകരിക്കണം. എല്ലാത്തിലുമുപരി ഇന്ന് പുണ്യ റജബിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. ഈ തിങ്കളാഴ്ച രാവിലെ നമുക്ക് ചൊല്ലാൻ പറ്റിയ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത്. ഈ സ്വലാത്തിന് ഒരു തവണ ചൊല്ലിയാൽ തന്നെ കൂടാനുകൂടി പ്രതിഫലങ്ങളാണ്, കണക്കില്ലാത്ത പ്രതിഫലങ്ങളാണ്. അതുമാത്രമല്ല, ഇത് ചൊല്ലുന്നതോടുകൂടെ മനസ്സറിഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ജീവിതം മാറിമറിയും, കുടുംബത്തിൽ സമാധാനം നിറയും, സങ്കടങ്ങൾ നീങ്ങും, പ്രതിസന്ധികൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു വിരാമമിടും. അങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നൊരു സ്വലാത്ത്. മാത്രമല്ല 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മിഅ്റാജിൻ്റെ രാവിലെ അതിവിശിഷ്ടമായ ചില ദിക്റുകളെക്കുറിച്ച് പറയണം. ആ രാവിൻ്റെ മഹത്വം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ആദ്യത്തെ കമൻറ്റിൽ ആ ലിങ്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കുക എന്താണ് മിഅ്റാജ് എന്ന്. ആ മിഅ്റാജിൻ്റെ രാത്രിയിൽ ചൊല്ലേണ്ട അതിവിശിഷ്ടമായ ദിക്റുകൾ എന്താണെന്ന് നമുക്ക് പറയണം. മിഅ്റാജിൻ്റെ നോമ്പിനെക്കുറിച്ച് പറയണം. അതിനൊക്കെ മുൻപ് ഇന്ന് പുണ്യ റജബിലെ അതിമനോഹരമായ ഒരു തിങ്കളാഴ്ച രാവാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസത്തിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമനോഹരമായ ഒരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കണം, അല്ലേ? അഹ്മദുല്ലാഹൽ വലി സല്ലാ അലാ ഖൈറിൻ നബി ബിസ്മി ഖൈറിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حبيباയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരുപാട് മദ്ഹുകൾ സ്വലാത്തുകൾ ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ നമ്മളെപ്പോലെയുള്ള വിജയികൾ വേറെ ആരാണ്? അപ്പോൾ ഇന്ന് നമുക്കൊരു സ്വലാത്ത് പഠിക്കണം. അള്ളാഹു അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഈ സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരുന്ന സ്വലാത്താണ്. എത്ര വലിയ പരീക്ഷയിലാണ് നമ്മളുള്ളതെങ്കിലും, പരീക്ഷണത്തിലാണ് നമ്മളുള്ളതെങ്കിലും അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ച് വിജയിപ്പിക്കുന്ന സ്വലാത്താണ്. ഒരു കാര്യം തുടങ്ങാൻ പോവാണ്, ഈ സ്വലാത്തും ചൊല്ലി തുടങ്ങിക്കോ, അള്ളാഹുയുടെ വിജയം തരും. കച്ചവടത്തിലുള്ള ബറക്കത്ത് തരും, കുടുംബത്തിലുള്ള സമാധാനം തരും. എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങളെ പടച്ചോൻ ഏറ്റെടുക്കും. ഒരു തവണ ചൊല്ലിയാൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട് 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം. ചില മഹത്തുക്കൾ പറഞ്ഞു 6 ലക്ഷമല്ല 100 കോടിയിലധികം പ്രതിഫലം. 100 കോടിയിലധികം പ്രതിഫലം ഒരൊറ്റ സ്വലാത്തിനുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനക യാ റബ്ബ്. ശരിക്കും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിചയമാണ്, അല്ലേ? എല്ലാ അപകടങ്ങളെയും തടയുന്നൊരു പരിച, എല്ലാത്തിനും ഒരു മെഡിസിനാണ് സ്വലാത്ത്. പക്ഷെ അതേ മക്കളെ കെട്ടിക്കാൻ വഴിയില്ല, സ്വലാത്ത് ചൊല്ലിക്കോ. രോഗമാണ്, സ്വലാത്ത് ചൊല്ലിക്കോ. കടം പെരുകുന്നു, സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് അസ്സലാത്തു അലൻ നബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനേക്കാൾ മഹത്തരമായ എന്തായുധമാണ് നമ്മുടെ കയ്യിലുള്ളത്?
ഇത് നമ്മൾ പഠിക്കുന്ന ഈ സ്വലാത്ത് ഇന്നത്തെ രാത്രി ധാരാളം ചൊല്ലുക. അത് മാത്രമല്ല എല്ലാ ദിവസവും കഴിയുന്നത് പോലെ ഒരു 11 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും പതിവാക്കുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവ് ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒരു 33 തവണ വീതം ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കും. കാരണം എന്താ, ഇപ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്കിഷ്ടമുള്ള ഒരാളെക്കുറിച്ച് ഒരാളിങ്ങനെ പ്രശംസിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാവും അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളിങ്ങനെ പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ അവരുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് കാണുമ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാന് വല്ലാത്ത സന്തോഷ. ആ റബ്ബുൽ ആലമീൻ്റെ സ്നേഹത്തിന് പരിലാളനയ്ക്ക് അത് കാരണമാകുന്ന അതിലപ്പുറം എന്ത് ഭാഗ്യമാണ് നമുക്ക് വേണ്ടത്? ആ സ്വലാത്ത് നമുക്ക് പഠിക്കാം. സ്വലാത്തു സആദ, വിജയത്തിൻ്റെ സ്വലാത്ത് എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര്. ഒന്ന് നോക്കി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒരിക്കൽ കൂടെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ സ്വലാത്ത് ചെയ്യണേ, അലാ സയ്യിദിന മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ, അദദ മാ ഫീ ഇൽമില്ലാ, നിൻ്റെ അറിവിൻ്റെ എണ്ണമനുസരിച്ച്, നിൻ്റെ അറിവിൻ്റെ എണ്ണമനുസരിച്ച് നീ സ്വലാത്ത് ചെയ്യണേ. അപ്പോൾ എന്താണ്, അള്ളാഹുവിൻ്റെ അറിവിന് എണ്ണമുണ്ടോ, കണക്കുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹിൻ്റെ അറിവിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല, കണക്കുമില്ല, ഒന്നുമില്ല. അറ്റമില്ലാത്ത വണ്ണം, തുടക്കമില്ലാത്ത വണ്ണം, ഒടുക്കമില്ലാത്ത വണ്ണം അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ സിഫത്താണ് അവൻ്റെ അറിവ്. അപ്പോൾ ആ അറിവിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ കണക്കില്ലാത്ത സ്വലാത്ത് നീ ചൊല്ലണേ. സ്വലാച്ചൻ എങ്ങനെയുള്ള സ്വലാച്ചൻ? ദായിമച്ചൻ, എപ്പോഴും, ബിദവാമി മുൽക്കില്ല, നിൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലത്തോളം. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അധികാരം എപ്പോഴെങ്കിലും ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരുമോ? ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ അധികാരത്തിന് ഒടുക്കവുമില്ല, തുടക്കമില്ല. അത് നിരന്തരം അങ്ങനെ ഉണ്ടാകുന്ന, ഒരിക്കലും മറ്റൊന്നിൽ നിന്നുണ്ടായതല്ലല്ലോ, അസ്തിത്വമുള്ള, സ്വന്തമായി നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ അധികാരം. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നെന്നും കണക്കില്ലാതെ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ ചെയ്യണേ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന. ഈ സ്വലാത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സ്വലാത്തു ദാറൈൻ, 2 വീടും രക്ഷപ്പെടുത്തുന്ന സ്വലാറ്റാൻ. ദുനിയാവിലും രക്ഷ, ആഖിറത്തിലും രക്ഷ, എല്ലായിടത്തിലും രക്ഷ നൽകുന്ന അതിവിശിഷ്ടമായ സ്വലാറ്റ്. ഒരു 33 തവണ ഇന്നത്തെ രാത്രി നമുക്ക് ചൊല്ലിക്കൂടെ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് കൃത്യം 7 മണിക്ക് ഈ പുണ്യം നിറഞ്ഞ റജബിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവല്ലേ നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് സ്വലാത്തുൽ കുബ്രയും അതുപോലെ സ്വലാത്തു സആദയും ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിങ്കിലേക്കൊന്ന് കൈ ഉയർത്തണം വേണ്ടേ? അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് മറക്കാതെ ചൊല്ലുക. ഇത് നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ രക്ഷപ്പെടുത്തുന്നതാണ്. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ നിന്ന് തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ പറ്റും. ദുനിയാവിലോ കച്ചവടമാകട്ടെ, മക്കളാകട്ടെ, എന്ത് വിഷയമാണെങ്കിലും സാദ വിജയത്തിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷിച്ചുകൊണ്ട് ഈ വിജയത്തിലേക്ക് എത്തിക്കും, അങ്ങനെയുള്ള സ്വലാത്താണിത്. അപ്പം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഒരു 11 തവണ നമുക്ക് ശേഷം ചൊല്ലണം. അതോടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് നിസ്കാരത്തിൻ്റെ ആനിവേഴ്സറിയാണ് കടന്നു വരുന്നത്. മിഅ്റാജ് രാവ് ഇല്ലേ, നമ്മൾ ഇന്നലെ പാടിയില്ലേ? അല്ലാഹനെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി, 5 വഖ്തും ഫർളാക്കി. അവിടെ നമ്മൾ പാടിയില്ലേ, 5 വഖ്ത് ഫർളാക്കി. 50 വഖ്ത് 5 വഖ്താക്കി ചുരുക്കി കൊണ്ടുവരാണ്. അപ്പോൾ നിസ്കാരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. നിസ്കാരം നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാഫിർ എന്നാണ് വിളിച്ചത്. അവൻ കാഫിറാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ ഇമാം ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? കാഫിർ എന്ന് പറയണ്ട, കാരണം നിസ്കാരത്തെ നിഷേധിച്ചിട്ടില്ലല്ലോ. നിസ്കാരത്തെ നിഷേധിച്ചവൻ എന്തായാലും കാഫിറാണ്. നിസ്കരിക്കാത്തവനെ കാഫിർ എന്ന് പറയണ്ട, പകരം അവൻ്റെ തല അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ വെട്ടണമെന്നല്ല, ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യത്ത് ഇമാമ് ചെയ്യേണ്ട കാര്യമാണത്. മനസ്സിലായി? ഇന്ത്യയിൽ അത് വേണമെന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെയില്ല. അപ്പോൾ ഇമാമ് ചെയ്യേണ്ട കാര്യമാണ്. നിസ്കരിക്കുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തല വെട്ടിയിട്ട് മുസ്ലിംകളെ കബറടക്കം ചെയ്യുന്ന ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവനെ കബറടക്കിയിട്ടൊരു ബോർഡ് വെക്കണം, നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ. അതായത് ഇസ്ലാമിലൊരു നായിയുടെയോ പന്നിയുടെയോ തല വെട്ടാൻ പറയണില്ല, പാടില്ല.
അപ്പം നായയേക്കാൾ പന്നിയേക്കാൾ അതപ്പതിച്ചവനാണ് അള്ളാഹുവിന് നിസ്കരിക്കാത്തവൻ. അള്ളാഹുവുമായുള്ള കരാറ് ലംഘിച്ചവനാണവൻ. അപ്പം ആ ബോധ്യത്തിൽ നിസ്കാരം കൃത്യമാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ആ വിശിഷ്ടമായ രാത്രി അള്ളാഹുവിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ആ സന്ദർഭമൊക്കെ നമ്മൾ ഇന്നലെ വിവരിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാണാത്തവർക്ക് വേണ്ടി ഒന്നാമത്തെ ലിങ്കിൽ വീഡിയോ ഉണ്ടൊന്ന് കയറി കണ്ടേക്ക്. കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ ആ ചിത്രമൊക്കെ ഒന്ന് മനസ്സിലേക്ക് വരട്ടെ. അപ്പോൾ മഹിതമായ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് കഴിയണതുപോലെ ചെയ്താൽ മതി. രാത്രി മുഴുവൻ ഹയാച്ചാക്കണം എന്നൊന്നും പറയണില്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മഗ്‌രിബ് കൃത്യം നിസ്കരിക്കുക, ഇശാ നിസ്കരിക്കുക. വീട്ടിലെ സഹോദരിമാർ സ്ത്രീകളൊക്കെ കൂടെ ജമാഅത്താക്കിയാൽ വളരെ മനോഹരം അല്ലേ? അതിൻ്റെ ഇടയിൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക, വാഖിഅ ഓതുക, തബാറക് ഓതുക, പതിവായി ഓതുന്ന സൂറത്തുകളൊക്കെ ഓതുക. എന്നിട്ട് സ്വർഗത്തിലെ ചെടി എന്നറിയപ്പെടുന്നൊരു ദിക്റുണ്ടല്ലോ, സ്വർഗത്തിലെ വൃക്ഷം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിക്ക് കൊടുത്തുവിട്ട സമ്മാനമാണ്. എന്താണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് പൂർത്തീകരിക്കുക. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് ചൊല്ലുമ്പോൾ ഞാൻ ദുർബലനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, എല്ലാം നിൻ്റെതാണ് അല്ലാഹ് എന്നുള്ള ബോധ്യത്തിൽ ആ ദിക്ർ ചൊല്ലുക. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗീയ ലോകത്തേക്ക്, അതുപോലെ തന്നെ നരകമൊക്കെ കണ്ട് നമ്മളിലേക്ക് തിരിച്ചു വന്നു അല്ലേ? സപ്തവാനങ്ങൾക്കപ്പുറം പോയി തിരിച്ചു വന്നപ്പോൾ സ്വർഗവും നരകമൊക്കെ കണ്ടതാണ്. അവിടുത്തെ ഭീകരാന്തരീക്ഷമൊക്കെ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് കാവൽ തേടണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നരകത്തിൻ്റെ അതീത കാഠിന്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന. അതോടൊപ്പം തന്നെ സ്വർഗം ചോദിക്കണം. അപ്പോൾ ഇതൊരു പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥന എന്താണ്? ഇത് മലയാളത്തിൽ ചോദിച്ചാലും മതി കേട്ടോ. അല്ലാഹു നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ. അതിന് അറബിയിലും ചോദിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, നിന്നോട് സ്വർഗം ചോദിക്കുന്നു. ഇനി എല്ലാത്തിലും ഉപരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടത്? മുത്തുനബി അള്ളാഹിൻ്റെ തൃപ്തി തേടിയതുകൊണ്ടാണ്, അള്ളാഹിൻ്റെ റിള അവിടത്തേക്ക് കിട്ടിയതുകൊണ്ടാണ്. സ്വർഗവും നരകമൊക്കെ പിന്നെ ആദ്യം വേണ്ടത് അള്ളാഹിൻ്റെ തൃപ്തിയാണ്. ആ തൃപ്തി ചോദിക്കുക. റളീന ബില്ലാഹി റബ്ബ, ആ തൃപ്തിപ്പെടുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പടച്ചോനെ നീ എന്നെ തൃപ്തിപ്പെടണേ അല്ലാ, നിൻ്റെ തൃപ്തി എനിക്ക് വേണമല്ല എന്നുള്ള ബോധ്യത്തിലൊക്കെ ദുആ ചെയ്യുക. പിന്നെ കടന്നു വരണത് മിഅ്റാജിൻ്റെ നോമ്പാണ്. നമ്മൾ പറഞ്ഞു, ഗസാലി ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മിഅ്റാജിൻ്റെ നോമ്പ്, റജബ് 27 സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് 60 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ഒരു നോമ്പ്, അതിന് നമുക്ക് നിയ്യത്ത് എങ്ങനെ വെക്കാം? റജബ് 27 സുന്നത്താക്കപ്പെട്ട നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഖളാ ആയിപ്പോയ ഫർള് നോമ്പും ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പും വെക്കാം. 2 ഫർള് ഒരുമിച്ച് പറ്റില്ല. ഒന്നുകിൽ നേർച്ചയാക്കിയ നോമ്പ് സുന്നത്തിൻ്റെ കൂടെ വെക്കാം, അല്ലെങ്കിൽ സുന്നത്തിൻ്റെ കൂടെ ഖളാ ആയിപ്പോയ ഫർളായ നോമ്പും വെക്കാം. മനസ്സിലായോ? ഇനി റജബിലെ ഒരു സുന്നത്ത് നോമ്പും കൂടെ അതിൻ്റെ കൂടെ കരുതാം. അങ്ങനെ 3 നോമ്പ് നമുക്ക് ഒരുമിച്ച് പിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത്ര വിശിഷ്ടമായ നോമ്പൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇനി സഹോദരിമാർക്ക് മെൻസ്ട്രൽ പീരീഡ് ഉണ്ട്, അവർക്ക് നോമ്പ് പിടിക്കാൻ കൊതിയുണ്ട്. പക്ഷെ ആ കൊതിയുണ്ടല്ലോ, ആ കൊതി അള്ളാഹു സ്വീകരിക്കുന്നവനാണ് അല്ലേ? അപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് പ്രതിഫലം തരും. നമ്മളായിട്ട് മെൻസസിനെ വിളിച്ചു വരുത്തിയതൊന്നുമല്ലല്ലോ വന്നത്, അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചതല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രാവും പകലും ഒക്കെ മനോഹരമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവൻ്റെ തൃപ്തി നേടുന്നവരിൽ ഉൾപ്പെടാൻ റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 11 പ്രാവശ്യം സ്വലാത്തു സആദ നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله
صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله. صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله. صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله. صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله. صلاة دائمة بدوام ملك الله. അൽഹംദുലില്ലാഹ്. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഒന്നാം വാനത്തിൽ മുത്തഹബീബിനെ കാത്തിരുന്നതാരാണ്? ഏത് നബിയാണ്? അത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ ബഷർ അല്ലേ, നമ്മുടെ ഉപ്പയായ ആദം നബിയാണ്. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. നമ്മൾ ഈ മനോഹരമായി മിഅറാജിനെ വർണ്ണിക്കാൻ പാടുന്ന സ്വല്ലൽ ഇലാഹു ബൈത്തുണ്ട് അല്ലേ. ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വർണ്ണിക്കുന്ന, അവിടുത്തെ ആകാശാരോഹണത്തെയൊക്കെ വർണ്ണിക്കുന്ന മനോഹരമായ ബൈത്ത് മുത്തുനബിയുടെ മദ്ഹാണ് സ്വല്ലൽ ഇലാഹു ബൈത്ത്. ആ ബൈത്ത് രചിച്ചതാരാണ്? കമൻറ്റ് ചെയ്യാം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ പുണ്യം നിറഞ്ഞ തിങ്കളാഴ്ച രാവിൽ ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാ. നിൻ്റെ ഹബീബ് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ സ്വീകരിക്കണയല്ല. പടച്ചവനെ, മിഅറാജിൻ്റെ പുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല. രാവിൻ്റെ പുണ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ തൗഫീക്ക് നൽകണയല്ല. കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഇണകൾക്ക് ഖൈർ നൽകണയല്ല. കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം തരണയല്ല. പടച്ചവനെ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും കുടുംബസമേതം അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.